സീൽ വെക്കുക, ഹൃദയത്തിന് സീൽ വെക്കുക. അങ്ങനെ ഒരു പരിപാടി അള്ളാഹു തആലക്ക് ഉണ്ട്. ഓൽക്ക് അള്ളാഹു തആല ഹൃദയത്തിന് മുദ്ര വെച്ചു. നമുക്ക് പറയാൻ പറ്റുമോ ആർക്കാണ് സീൽ വീണെന്നുള്ളത്? നമുക്ക് പറയാൻ പറ്റില്ല. സൂറത്ത് യൂനുസിലെ 96-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടക്കാർ, ഹഖത്ത് അലൈഹിം കലിമത്തു റബ്ബിക, റബ്ബിന്റെ ശിക്ഷാവചനം സ്ഥിരപ്പെട്ടതായ ആളുകൾ, ലാ യുമിനൂന, അവർ വിശ്വസിക്കൂല, വലൗ ജാഅത്ഹും കുല്ലു ആയ, എത്ര ദൃഷ്ടാന്തം തന്നെ അവർക്ക് വന്നാലും ശരി, ഹത്താ യറവുൽ അദാബൽ അലീം, വേദനാജനകമായ ശിക്ഷ നാളെ അവർ കണ്ടുമുട്ടുന്നത് വരെ, അപ്പോൾ പഠിച്ചോനെ ഞങ്ങൾ മുസ്ലിം ആയിക്കോളാം, അപ്പോൾ പറയും. അതുവരെ എന്തായത്ത് വന്നിട്ടും കാര്യം, എന്താ അള്ളാഹിന്റെ ശിക്ഷാവചനം സ്ഥിരപ്പെട്ട കൂട്ടക്കാരാണ്. എന്തുകൊണ്ട് സീൽ വെച്ചു? അപ്പോൾ അള്ളാഹ് സീൽ വെച്ചിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കാമല്ലോ. അങ്ങനെ ചോദ്യം ഉണ്ടാവും. അള്ളാഹു തആല അവർക്ക് ഹിദായത്തിന്റെ വഴികളൊക്കെ അടച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടി അള്ളാഹു തആലക്ക് ഉണ്ട്. സീൽ വെക്കുക, ഹൃദയത്തിന് സീൽ വെക്കുക, അറിഞ്ഞിരിക്കണത്. അങ്ങനെ പണി അള്ളാഹു തആലക്ക് ഉണ്ട്. പിന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അത് അള്ളാഹു തആല ചെയ്തത് ശരിയാണോ? അള്ളാഹ് അങ്ങനെ സീൽ വെച്ചുകൊണ്ടല്ലേ വിശ്വസിക്കാത്തത് എന്നുള്ള ആ ചോദ്യമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ചോദ്യം ഉണ്ടായത്. അങ്ങനെ അള്ളാഹ്ക്കൊരു കുറ്റം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ടീമുണ്ട്. അതൊരു വിവരക്കേടാണ്. ഒന്നും അന്ധമായിട്ടല്ല അള്ളാഹു തആല അവർക്ക് സീൽ വെക്കണം. അന്ധമായിട്ടാണ് അവരോടുള്ളൊരു എന്തെങ്കിലും വ്യക്തിവിരോധം കൊണ്ട് വെച്ചതൊന്നുമല്ല. അവരങ്ങനെയാണ് എന്ന് അള്ളാഹു തആലക്ക് അറിയുന്നതുകൊണ്ട് അള്ളാഹു തആല അങ്ങനെ ചെയ്തതാണ്. അതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തആലക്ക് എല്ലാവരുടെ മനോഗതങ്ങളും നേരത്തെ അറിയും. നേരത്തെ അറിയുന്ന അല്ലാമൽ ഒയ്യൂബാണ് അള്ളാഹു തആല. എന്നാൽ അവർക്ക് റസൂലുള്ളാഹിക്ക് എന്തേ അത് കിട്ടി, എന്തേ ഞങ്ങൾക്ക് കിട്ടാതിരുന്നത് വലിയ പല കൊമ്പന്മാരും വന്ന് പറഞ്ഞിരുന്നു. ഒന്നുമില്ലാത്തൊരു അനാഥനായിട്ട് ജനിച്ച മുഹമ്മദിനെയാണ് അപ്പോൾ അള്ളാഹു തആല ആക്കാൻ കണ്ടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്ന് ഖുർആനിൽ ആ ചോദ്യം ഉദ്ധരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും. ഈ രണ്ട് പട്ടണത്തിൽ നിന്നുള്ളൊരു ഭയങ്കരമായ ആൾക്ക് എന്ത് ചെയ്ത് ഇറക്കിക്കൂടെ അള്ളാഹു തആലക്ക്? മക്കയിലും ത്വായിഫിലുമുള്ള രണ്ട് പ്രധാനപ്പെട്ട നഗരത്തിൽ വലിയ വലിയ ഖുറൈശികളൊക്കെ ഉണ്ടായിരുന്നു. ഓലൊന്നും എന്തുകൊണ്ട് നബിയാക്കിയില്ല? തൻ്റെ റിസാലത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അള്ളാഹ്ക്ക് വ്യക്തമായി അറിയാമെന്ന്. അത് ഈ ലോകത്ത് സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല അർഹൻ ആരാണ്, പുണ്യ നബിയാണെന്ന് അള്ളാഹു തആലക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. ഇതാണ് മറുപടി മനസ്സിലാക്കിക്കോളി.